മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് എറണാകുളം റീജിയനിൽ പെരുമ്പാവൂർ, കുന്നത്തുനാട്, ഏറ്റുമാനൂർ, എറണാകുളം, കോട്ടയം റീജിയൻ ആ ഒരു പർട്ടിക്കുലർ ബെൽറ്റിൽ വേണമെങ്കിൽ വൈക്കം ഈ റിസർവേഷൻ കാൻഡിഡേറ്റ് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വൈക്കവും വന്നന്. ഒരു ബെൽറ്റിൽ 2020 ഇപ്പോൾ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. 10-15 കാൻഡിഡേറ്റ്സിനെ അവർ നിർത്തിയിട്ടുണ്ട്. അതിൽ 2 പേരെ നിർത്തിയത് 2 സെലിബ്രിറ്റികളെ നിർത്തി 2 പേർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പോയി. ലക്ഷ്മി പ്രിയ എന്ന് പറയുന്ന അവരെ തള്ളിപ്പോയി, പിന്നെ വീണ നായരുടെ തള്ളിപ്പോയി. 2 പേരതും തള്ളിപ്പോയി. അതേസമയം അഞ്ജലി നായർ എന്ന് പറഞ്ഞ മറ്റൊരാൾ, പിന്നെ ആതിര നായർ, അങ്ങനെ വേറെ പലരെയും നിർത്തിയിട്ടുണ്ട്. അതിൽ തൃപ്പൂണിത്തറയിൽ നിർത്തിയതിനെതിരെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് BJPക്ക് വലിയ വിശ്വംഭര, തുറവൂർ വിശ്വംഭരൊക്കെ മത്സരിച്ച്, അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണനൊക്കെ മത്സരിച്ച് വലിയ വോട്ട് നേടിയ തൃപ്പൂണിത്തറയിൽ BJPക്ക്, തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP ആണ്, തൃപ്പൂണിത്തറയിൽ വലിയ വോട്ട് BJPക്ക് ഉണ്ട്. അവിടെ 2020 നിർത്തതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധമുണ്ട്. പക്ഷേ ആ പ്രതിഷേധം ഉള്ളപ്പോഴും 2020 അവിടെ നിർത്തിയതിൻ്റെ കാരണം കേരള രാഷ്ട്രീയത്തിൽ സാബു എം ജേക്കബിൻ്റെ 2020ക്ക് വലിയ ഒരു സാധ്യത വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2020 വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി മാറുമോ ഈ തെരഞ്ഞെടുപ്പ് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന 10-ലധികം വരുന്ന സീറ്റുകളിൽ അവർ ജയിക്കുമോ? ഒരു സീറ്റെങ്കിലും അവർ പിടിച്ചാൽ, കുന്നത്തുനാട് ഉൾപ്പെടുന്ന ഒരു സീറ്റെങ്കിലും അവർ പിടിച്ചാൽ, അല്ലെങ്കിൽ തൃക്കാക്കരയിൽ അകൽമാരാർ മത്സരിക്കുന്നുണ്ട്, ഒത്തിരി സ്ഥലങ്ങളിൽ ആളുകൾ മത്സരിക്കുന്നുണ്ട്, പ്രമുഖരായ ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട്. ഈ മത്സരിക്കുന്ന എവിടെയെങ്കിലും ഒരു സീറ്റ് പിടിച്ചാൽ 2020ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒത്തിരി കാര്യങ്ങൾ പിന്നെ അങ്ങോട്ട് ഒരു സ്റ്റെപ്പായി, ഒരു അക്കൗണ്ട് തുറക്കലായി. തുറക്കില്ല എന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല. കാരണം അതിശക്തമായ പ്രചരണം, സാമ്പത്തികം കൊണ്ടും മെറ്റീരിയൽ കൊണ്ടും ആളിറക്കിയും സെലിബ്രിറ്റികളെ ഇറക്കിയും അതിഭയങ്കരമായ പ്രചരണമാണ് നടത്തുന്നത്. പക്ഷേ ഈ പ്രചരണമൊക്കെ BJP സംഘപരിവാർ സംഘങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അവർ കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിശക്തമായ ഒരു മത്സരമാണ് നടക്കുന്നത്. 2020 കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സൃഷ്ടിക്കുമോ? അതോ അവർ കുന്നത്തുനാട് കിഴക്കമ്പലം പഞ്ചായത്ത് എന്നാണ് അവർ തുടങ്ങിയത്. കിഴക്കമ്പലം കഴിഞ്ഞൊരു 3-4 പഞ്ചായത്ത് അവർ പിടിച്ചു. ആ 3-4 പഞ്ചായത്ത് പിടിച്ചതിന് ശേഷം പിന്നെ അവർ ഏറെയും കുറഞ്ഞും നിൽക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഏറെയും കുറഞ്ഞു നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവർക്ക് കിട്ടി, ബ്ലോക്ക് പഞ്ചായത്തുകൾ കിട്ടി, ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എന്തായാലും കോട്ടയം, എറണാകുളം ഭാഗത്തെ ആലുവ, കോട്ടയം, എറണാകുളം, ഏറ്റുമാനൂർ, കോട്ടയത്തെ തന്നെ ഏറ്റുമാനൂർ വൈക്കം, ആ ഒരു ബെൽറ്റാണ്. ഒരു ബെൽറ്റിൽ പെരുമ്പാവൂർ വരെ കിടക്കുന്ന, ഏറ്റുമാനൂർ മുതൽ പെരുമ്പാവൂർ വരെ കിടക്കുന്ന വലിയൊരു ബെൽറ്റിൽ 2020 ഒരു നിർണായകമായ ഒരു സ്ഥാനാർത്ഥി സംവിധാനമായിട്ടുണ്ട്. അവർ അത് മത്സരിക്കുകയാണ്. ആരൊക്കെയാണ് ജയിക്കുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും കുറേ സെലിബ്രിറ്റികളെ അവർ ഇറക്കിയിട്ടുണ്ട്. അത് എത്ര കണ്ടും തെക്കൻ തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലോ വടക്കൻ കേരളത്തിലോ ഇതുവരെ അവർക്ക് വലിയ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൂരോട്ടാണ് കൂടുതലും, മധ്യ കേരളത്തിലാണ് അവരുടെ ഒരു ഇടപെടൽ വന്നിട്ടുള്ളത്. തൃപ്പൂണിത്തറയിലെ കാൻഡിഡേറ്റ്സ് വളരെയധികം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി തൃപ്പൂണിത്തറയിൽ ഈ പറയുന്ന തൃപ്പൂണിത്തറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വരുമോ, അതോ ഏതെങ്കിലും ഈ നിയമസഭാ മണ്ഡലത്തിൽ 1ാം സ്ഥാനത്ത് വരുമോ 2020 എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചോദ്യമാണ്. എന്തായാലും NDAയുടെ ഭാഗമായിട്ട് 2020ക്ക് വലിയൊരു റീച്ചാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വളരെ വലിയ ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അടക്കം വന്ന മീറ്റിങ്ങുകളിലും അതുപോലെ തന്നെ BDJSൻ്റെ തുഷാർ വെള്ളാപ്പള്ളിയും സാബു എം ജേക്കബുമാണ് വളരെ പ്രധാനപ്പെട്ട ഇടത്തും വലത്തും ഇരിക്കുന്ന നേതാക്കൾ. രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ നിലയിൽ വലിയ ഹൈപ്പാണ് സാബുവിന് കിട്ടിയിരിക്കുന്നത്. സാബുവിൻ്റെ ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവരും വളരെ വലിയ ടീമാണ്. ഇപ്പോൾ വീണ നായരും ഈ ലക്ഷ്മി പ്രിയയൊക്കെ പറഞ്ഞിരുന്ന അവർ ഒരുപക്ഷെ അവർക്ക് മത്സരിക്കാൻ കഴിയില്ല, മത്സരിക്കാൻ വോട്ടില്ലല്ലോ. മത്സരിച്ചില്ലെങ്കിലും അവർ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തുണ്ടാകും. അവർ 2020യുടെ ഭാഗമാകും. 2020യുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. 2020 ഈ വർഷം നല്ല എൻട്രിയാണ്. ഒറ്റയ്ക്ക് അവർ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ചില മണ്ഡലങ്ങളിൽ അവർ 3ാം സ്ഥാനത്ത് വന്നിരുന്നു. BJPയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് 3ാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ BJPയുടെ വോട്ട് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് വന്ന മണ്ഡലത്തിൽ 4ാം സ്ഥാനത്ത് വന്ന BJP വോട്ട് കൂടി അവർ പിടിച്ചാൽ 1-2 സ്ഥാനത്തേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്.
എന്തായാലും 2020 കേരള രാഷ്ട്രീയത്തിൽ വളരെ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട്. സാബുവൻ ജേക്കബിനെ ഇനി രാജ്യസഭയിൽ അയക്കുമോ? അതിൻ്റെ സാധ്യതകളും നമുക്ക് കാണാതിരുന്നുകൂടാ. സാബുവൻ ജേക്കബ് ഇത് കഴിഞ്ഞാൽ രാജ്യസഭയിലേക്ക് പോവുകയും മന്ത്രിയാവുകയും ചെയ്താലും അത്ഭുതമില്ല. കാരണം ഇനി ഈ നമ്മുടെ ജോർജ് കുര്യൻ്റെ ഒരു ഇപ്പം മത്സരിക്കുകയാണ്. ജോർജ് കുര്യൻ ജയിക്കുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും സാബുവൻ ജേക്കബിന് മറ്റൊരു സാധ്യതയുണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ആ പീരീഡ് കഴിഞ്ഞു. പിന്നെ ജോർജ് കുര്യൻ്റെയും ആൾമോസ്റ്റ് ഒരു പീരീഡിലേക്കൊക്കെ അത് വലിയ ആയുസില്ല. കാരണം അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാറിയും തിരിഞ്ഞു നിൽക്കും. ഇനി ഇവിടെ തോറ്റുപോയാലും ജയിച്ചു പോയാലും മന്ത്രിസ്ഥാനം തുടരുമോ എന്നറിയില്ല. അവിടെ ഒരു ഗ്യാപ്പ് വരുന്നു. രാജ്യസഭയിലേക്ക് സാബുവൻ ജേക്കബ് പോകാൻ സാധ്യതയുണ്ട്. അടുത്ത കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല.